റമദാനിൽ ഓരോ സമയവും പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് ആദ്യമേ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാൻ നോമ്പ് നിർബന്ധപ്പെടാനുള്ള കാരണം പറയപ്പെടുന്നതിൽ റമദാനിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നത് കാരണമായി പറയാറുണ്ട്. ഖുർആൻ എന്ന് മാത്രമല്ല, മുമ്പുള്ള വേദങ്ങളെല്ലാം റമദാൻ മാസത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ചില ഹദീസുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സുഹ്ഫ് ഏടുകൾ ഇറങ്ങിയത് അത് ഒന്നാമത്തെ രാത്രിയിലാണ് റമദാനിന്റെ. തൗറാത്ത് ഇറക്കപ്പെട്ടത് റമദാനിലാണ്. ഇഞ്ചീല് റമദാൻ 13-നാണ്. ഖുർആൻ ആവട്ടെ ഇന്ന ദിവസത്തിലാണ്, റമദാനിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയത്. റമദാൻ മാസം എന്ന് പറയുന്നത് അതിലെ ഖുർആൻ ഇറങ്ങി ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്ക് മാർഗദർശനമായി, മാർഗദർശനത്തിന്റെ വിശദീകരണമായി എന്ന് പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് നാം അത് ഇറക്കിയിട്ടുള്ളത്. മറ്റൊരായത്തിൽ ലൈലത്തുൽ മുബാറക്ക, മുബാറക്കത്തായ അനുഗ്രഹീതമായ ഒരു രാവ് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. അപ്പൊ ഖുർആൻ ഇറങ്ങിയത് റമദാനിലാണ് എന്നുള്ളത് നമുക്കറിയാം. ഖുർആൻ റമദാനുമായിട്ടുള്ള ആ ബന്ധം അത് വളരെ വലുതാണ്. കാരണം റമദാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത് കാരണമാണ് എന്നുകൂടി സൂചിപ്പിക്കപ്പെടുമ്പോ അതിന്റെ പ്രാധാന്യം വലിയ രൂപത്തിൽ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനുമായി റമദാനിൽ വലിയ ബന്ധമുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ അരികിൽ വരികയാണ്. പ്രവാചകന്റെ അരികിൽ വന്നപ്പോ പ്രവാചകനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഒരു സ്വകാര്യം പറഞ്ഞു. ആ സ്വകാര്യത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആദ്യം ഒന്ന് കരഞ്ഞു, പിന്നീട് എന്ത് ചെയ്തു, ഒന്ന് ചിരിച്ചു. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ, പ്രവാചക പത്നിമാർ അവിടെ ഉണ്ടായിരുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട്, എന്താണ് സംഭവം? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനത് സ്വകാര്യം പറയില്ല. പ്രവാചകൻ മരണപ്പെട്ട ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, എന്നോട് ബാപ്പ എന്ന് പറഞ്ഞത് എല്ലാ റമദാനിലും ജിബ്രീൽ വന്ന് ഒരിക്കൽ ഞാൻ ഖുർആൻ പൂർണ്ണമായി പ്രവാചകന് കൊണ്ട് ചെല്ലിപ്പിക്കാറുണ്ടായിരുന്നു, ഓദിപ്പിക്കാറുണ്ടായിരുന്നു, പഠിപ്പിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈ റമദാനിൽ 2 തവണ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അത് അദ്ദേഹത്തിന്റെ മരണമെടുത്തു എന്നുള്ളതിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞു. എന്നാൽ പിന്നീട് പ്രവാചകൻ ഭൂമിയിൽ നിന്ന് തന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേരുക നീയായിരിക്കും ഫാത്തിമ എന്ന് പറഞ്ഞപ്പോ ഞാൻ ചിരിക്കുകയും ചെയ്തു എന്നാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. അപ്പൊ റമദാനിൽ എല്ലാ റമദാനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം രാത്രിയിൽ ഖുർആൻ പഠിപ്പിക്കാറുണ്ടായിരുന്നു. അത് ഒരു റമദാനിൽ പൂർണ്ണമാക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനി യശ്ഫഅനി ലിൽ അബ്ദ്, ഖുർആനും നോമ്പും അടിമക്ക് വേണ്ടി ശഫാഅത്ത് നടത്തും ഖിയാമത്ത് നാളിൽ. നോമ്പ് പറയുന്നത് ഐ റബ്ബി മനഅതു തുആമ വശഹവാത ബിന്നഹാർ, അല്ലാഹുവേ അവന്റെ ഭക്ഷണവും അവന്റെ വിശപ്പും അവന്റെ ആഗ്രഹങ്ങളും ഒക്കെ
പകലിൽ തടയപ്പെടാൻ കാരണം ഞാനാണ്. അതുകൊണ്ട് നീ എന്നെ ഷഫാഅത്തായി അവന്റെ വിഷയത്തിൽ സ്വീകരിക്കണം. വയഖുലു ഖുർആൻ, നോമ്പ് പറയുമെന്നാണ്. മനഅതു നൗമ ബില്ലൈൽ, രാത്രിയിൽ അവന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയത് ഞാനാണ്. ഞാൻ കാരണമാണ് അവന്റെ ഉറക്കം കുറെ പോയത്. അള്ളാഹുവേ, നീ എന്നെ ഷഫാഅത്തായി ഇവന്റെ വിഷയത്തിൽ സ്വീകരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പും ഖുർആനും പറയുന്നതായി നമുക്ക് പറഞ്ഞുതരാണ്. അപ്പൊ നോമ്പ് ഷഫാഅത്ത് ചെയ്യുന്നത് പോലെ ഖുർആനും നമുക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും നാളെ പരലോകത്ത്. ആ ഷഫാഅത്തിനുള്ള അർഹത ലഭിക്കണമെങ്കിൽ നോമ്പിനെ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കണമെന്നുള്ളതാണ്. നോക്കൂ, നിങ്ങള് നോമ്പും ഖുർആനുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കണില്ല. ഇപ്പൊ നോമ്പില് നമ്മൾ സാധാരണ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ പകൽ ഒഴിവാക്കുന്നുണ്ട്, രാത്രിയിൽ ഒഴിവാക്കുന്നുണ്ട്. ഇത് വ്യത്യസ്തങ്ങളായ ശുഗലുകൾ നമുക്ക് വരുന്നത്. ജനങ്ങളുമായുള്ള ഇടപഴകൽ നമ്മൾ കുറവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടം, കാഴ്ചകള് നമ്മളിത് കുറവാകുന്നു. പലതും കേൾക്കാൻ ഇരിക്കാനുള്ള അവസരങ്ങൾ നമ്മളിത് കുറവാകുന്നു. അങ്ങനെ ഇനിയിപ്പോ മൊബൈൽ ഉപയോഗിക്കലാവാം, ഇന്റർനെറ്റ് ഉപയോഗിക്കലാവാം. ഭൗതികമായി മറ്റു 11 മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും, കല്യാണം, സൽക്കാരം, ഇതൊക്കെ താരതമ്യേന മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് നോമ്പിലില്ല. അപ്പൊ നോമ്പിൽ വേറുള്ള മറ്റു രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവാകുന്നത് ഖുർആനുമായി ബന്ധം കൂടുതലാക്കാനും ഖുർആനിന്റെ മാസം എന്ന നിലക്ക് അതിനെ പവിത്രതയോടുകൂടി കാണാനും വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. അതിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ചൊക്കെ ഒരുപാട് തവണ നമ്മൾ കേട്ടവരാണ്. അതിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് ഉണർത്തപ്പെട്ടവരാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതിന്റെ ലക്ഷ്യം എനിക്കും നിങ്ങൾക്കും നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഈ നോമ്പിൽ നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പിൽ നമ്മൾ കൃത്യമായി ഓർക്കണം. നോക്കുങ്ങള്, സൂറത്തുൽ സുമറിലെ 23-ാമത്തെ ആയത്ത്, സൂറത്തുൽ സുമറിലെ 23-ാമത്തെ ആയത്ത് മാത്രം ഇന്നത്തെ ക്ലാസിന്റെ ഫലമായി നിങ്ങളുടെ വീടുകളിൽ പോയി അല്ലെ വീടുകളിൽ ഇരുന്ന് ആ ആയത്തിന്റെ പരിഭാഷ മാത്രം എടുത്ത് നമുക്ക് അത് എങ്ങനെ ബാധകമാകുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണം. ആ ഒരൊറ്റ ആയത്ത് ഈ റമദാന് നമ്മളോട് ആവശ്യപ്പെടുന്നത് അതാവട്ടെ. എന്താണ് 2025 റമദാന് നിങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കുമ്പോ വിശുദ്ധ ഖുർആനിലെ ഈ വാചകത്തിനെ തട്ടിച്ചു നോക്കി എന്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയാൻ കഴിയണം. അതെന്താ അറിയോ? ഔദു ബില്ലാഹി ചെയ്തു. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീഥി കിതാബൻ മുതശാബിയൻ മസാനി تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد الله نزل أحسن الحديث كتابا متشابها. അള്ളാഹു അവന് ഗ്രന്ഥത്തെ ഇറക്കിയവൻ. അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല വർത്തമാനത്തെ ഇറക്കിയവൻ അള്ളയാണ്. കിതാബ്, ആ അഹ്സനൽ ഹദീസിന്റെ പ്രത്യേകത കിതാബം മുതശാബിയം മഥാനി, പരസ്പരം സാദൃശ്യമുള്ളതും ആവർത്തിക്കപ്പെടുന്നതുമായ വാചകങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ്. തഖ്ശയിറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുന്ന, അള്ളാഹുവിനെ പേടിയുള്ള, ഭയഭക്തിയുള്ളവർക്ക് ആ ഖുർആനിലെ ആയത്തുകൾ, ആവർത്തിക്കപ്പെടുന്ന വാചകങ്ങൾ കേൾക്കുമ്പോ, അതിനെ സാദൃശ്യമുള്ള ആയത്തുകൾ കേൾക്കുമ്പോ അവർക്ക് ഭയപ്പാടുണ്ടാവും. തുമ്മത്തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, അവരുടെ തൊലികളും അവരുടെ ഹൃദയങ്ങളും അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങും എന്നുള്ളതാണ്. അള്ളാഹിനെ പറ്റി ഓർത്തുകൊണ്ട് ശരീരം രോമാഞ്ചമണിയുന്നവരായി, ഹൃദയം പേടിക്കുന്നതായി എനിക്ക് കാണാൻ കഴിയും. ദാലിക ഹുദല്ലാഹ്, അതാണ് അള്ളാഹു നൽകിയിട്ടുള്ള മാർഗദർശനം. ആ ഹുദയെ ആര് സ്വീകരിക്കുന്നുവോ അവന് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അത് ലഭിക്കുകയുള്ളൂ. ആരെങ്കിലും അള്ളാഹു വഴികേടിലാക്കിയാൽ അവനെ നേർവഴിയിലാക്കാൻ ആളില്ല എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആനിന്റെ ആളുകൾ എന്ന് പറയുന്ന ഞാനും നിങ്ങളും എങ്ങനെയാവണമെന്നുള്ളത് ഖുർആൻ പറയണം. നമ്മൾ എങ്ങനെയാണ് ആവേണ്ടത്? ഖുർആൻ കേൾക്കിട്ട് കഴിഞ്ഞ ആയത്തുകൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണം, നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കണം. നമ്മുടെ ശരീരത്തിൽ ചില ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ രോമാഞ്ചമണിയുന്നതായി കാണുന്നു. ഇപ്പോ ഇതാ വഖഅത്തിൽ വാഖിഅ ലൈസ ലി വഖഅതിഹാ കാദിബ ഖാഫിളത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജ വബസ്സത്തിൽ ജിബാലു ബസ്സ എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്ത് വാഖിഅ കേട്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 ദിവസത്തോളം
നെഞ്ചുവേദന അനുഭവിച്ചുകൊണ്ട് പ്രയാസപ്പെട്ട അദ്ദേഹം കിടന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മളാ ഇതാവക്കാത്തിൽ വാക്കിയൊക്കെ ഇമാമ പാരായണം ചെയ്യാൻ എത്ര വട്ടം കേട്ട്, നമ്മളെത്ര ഓർമ്മിക്കണം. നമുക്ക് എവിടെയാണ് ഇപ്പോ 10-11 നോമ്പുകൾ നമ്മളോട് വിട പറഞ്ഞു. ആ നോമ്പുകളിൽ നമ്മള് പിന്നെ എത്ര ഖുർആൻ ഓതി, എത്ര ഖുർആൻ തറാവീഹ് നമസ്കാരങ്ങളിലൊക്കെ കേട്ടു, രാത്രിയിലൂടെ കേട്ടു, പകലിൽ നമ്മൾ എത്ര പാരായണം ചെയ്തു. അതിൽ ഏത് ആയത്താണ് പരലോകത്തെ പരാമർശിക്കുന്നതുണ്ട്, നരകത്തെ പരാമർശിക്കുന്നതുണ്ട്, സ്വർഗത്തെ പരാമർശിക്കുന്നതുണ്ട്, അള്ളാഹുവിന്റെ സൃഷ്ടിവൈഭവങ്ങളെ പറ്റി സൂചിപ്പിക്കുന്നതുണ്ട്, പരമകാരുണ്യകനെ ഓർമ്മപ്പെടുത്തുന്നതുണ്ടോ, അക്രമകാരികൾക്ക് വരാനിരിക്കുന്ന നാശങ്ങളെ പറ്റിയുണ്ടോ, ഷിർക്കിനെ പറ്റിയുണ്ടോ, തൗഹീദിനെ പറ്റിയുണ്ടോ, അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന്റെ ബാധ്യതയെ പറ്റി ഓർമ്മപ്പെടുത്തിയുണ്ട്. പലതും ഉണ്ട്. പലതും നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്, പലതും നമ്മളെ വേദനിപ്പിക്കേണ്ടതാണ്, പല കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പക്ഷെ എത്ര ആയത്ത്, ഏതൊക്കെ ആയത്ത്, എവിടെയൊക്കെ അതിന്റെ ശകലങ്ങൾ നമ്മെ സ്വാധീനിച്ചിട്ടുണ്ടോ, നമ്മുടെ കണ്ണ് നിറപ്പിച്ചിട്ടുണ്ടോ, നമ്മുടെ ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ടോ, നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കിയിട്ടുണ്ടോ, നമ്മുടെ സ്വഭാവങ്ങളെ സംസ്കരിച്ചിട്ടുണ്ടോ എന്നത് തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. തദബ്ബുറിനായി, ചിന്തിക്കാനായി ആ ഖുർആനിന്റെ ആയത്തുകളെ നമ്മളെ ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കുവാൻ, നന്മയുടെ മാർഗത്തിലേക്ക്, തന്റെ ഇടത്തിന്റെ ശരിയായ സബീലുർ റഷാദിലേക്ക് നമ്മെ നയിക്കുവാൻ ആ ആയത്തുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് നോമ്പ് നമുക്ക് നൽകേണ്ട പാഠം. നോമ്പില് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ അങ്ങനെയാണ്. ആ ഖുർആൻ വെറും ഒരു ഖിറാഅത്തല്ല, ഖിറാഅത്തിന് അതിൻ്റെതായ പ്രതിഫലമുണ്ട്. അപ്പോ മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ അസ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിഞ്ഞു. അങ്ങനെ മരുമകളുടെ വിവരം അറിയാൻ വേണ്ടി പാപ്പ അംർ ഇബ്നുൽ അസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയിട്ടാണ്. അപ്പൊ മരുമോനോട് ചോദിച്ചു, എന്താണ് മകനെ പറ്റിയുള്ള വർത്താനം? അപ്പൊ മകൻ പറയണം, മകനെ പറ്റി മരുമോള് പറയണം, ആളുഷാറാണ്, എല്ലാ ദിവസവും നോമ്പാണ്, എല്ലാ രാത്രിയിലും ഖുർആൻ പാരായണമാണ്. അപ്പൊ മകൾ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത് അമ്മോശാക്കാക്ക് മനസ്സിലായി. അവര് നേരെ നബിയുടെ അരികിൽ പോയിട്ട് പരാതി പറയണം, നബി എങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്താ ചെയ്യാ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ അസ് എന്ന് പറഞ്ഞ നിസ്കരിക്കാൻ പള്ളിയിൽ എല്ലാ ജമാഅത്തിനും വരുന്ന, നേരത്തെ വരുന്ന അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരനാണ്. അബ്ദുള്ള ഒന്നും ഉണ്ടാക്കി കയറിയപ്പോ റസൂലുള്ളാഹി വിളിച്ചു, എന്തോ ചോദിച്ചു, എന്തോ ചോദിച്ചു, നീ ഇന്ന് നോമ്പുണ്ടോ ചോദിച്ചു. അപ്പൊ നോമ്പുണ്ട് നബി. ഒരു കാര്യം ചെയ്യും, മാസത്തിൽ നീ 3 നോമ്പെടുത്താൽ മതിയാ. ചെറുപ്പക്കാരനാണ്, നല്ല ശക്തിയും കഴിവൊക്കെ ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബിയെ നടക്കൂല, എനിക്ക് നല്ല കഴിവാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 നോമ്പിന് തന്നെ 10 പ്രതിഫലം വെച്ച് 30 ദിവസത്തെ പ്രതിഫലം കിട്ടും എന്നൊക്കെ പറഞ്ഞു. അതിൽ മനസ്സിലായി. അങ്ങനെ ആവർത്തിച്ച് ചോദിച്ചപ്പോ 10 ദിവസമാക്കി. അവസാനം പറഞ്ഞു, ദാവൂദ് നബിയുടെ നോമ്പാണ് നിനക്ക് അനുഷ്ഠിക്കാൻ നല്ലത്. ദാവൂദ് നബി ഒരു ദിവസം നോമ്പ്, പിറ്റേന്ന് നോമ്പില്ല, അങ്ങനെ മാറി മാറി അനുഷ്ഠിക്കുക, അതിലധികരിക്കാൻ പാടില്ല. ഇതേപോലെ റസൂലുള്ളാഹി ചോദിച്ചു, നീ ഖുർആൻ പാരായണം, അത് രാത്രിയിൽ പരമാവധി നബിയെ ഞാൻ ഖുർആൻ പാരായണം നടത്തുന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ചോദിക്കാണ്, നബിയെ നിങ്ങൾ എന്തായി പറയണത്, എനിക്ക് നല്ല ശക്തി കഴിവുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 20 ദിവസമാക്കി കൊടുത്തു, 15 ദിവസമാക്കി കൊടുത്തു, 10 ദിവസമായി കൊടുത്തു ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്യും. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 7 ദിവസം. അപ്പോഴും അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ അസ് പറഞ്ഞു, നബിയെ എനിക്ക് കൂടുതലായി പ്രാപ്തിയുണ്ട്, ശക്തിയുണ്ട്, ഞാൻ കൂടുതൽ ഓതട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ വിസമ്മതിച്ചു എന്നാണ്. അനുവാദം കൊടുത്തില്ല. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ നന്നായി പാരായണം ചെയ്യാൻ കഴിയുന്ന, ഖുർആന്റെ നിയമങ്ങൾ അറിയുന്ന, അർത്ഥവും ആശയവും അതിന്റെ സബബുകളും സംബന്ധിച്ചും അറിയുന്ന മനുഷ്യർക്ക് എന്ത് ചെയ്യാം, ഖുർആന് പിന്നെ ഒരാഴ്ചയിൽ കുറവ്. ഇപ്പൊ ചില സ്വാമിമാരൊക്കെ 3 ദിവസം കൊണ്ടും 7 ദിവസം കൊണ്ടും ഒക്കെ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാന്നാണ്. എന്നാൽ ഖുർആനെ പറ്റി അത്രയൊന്നും ധാരണയില്ലാത്ത, ഖുർആനെ പറ്റി അതിന്റെ ആശയങ്ങളെ പറ്റി ഗ്രാഹ്യമില്ലാത്ത ആളുകൾ അങ്ങനെ പാരായണം ചെയ്യുന്ന ഒരുപക്ഷെ അപമര്യാദയായി പോയേക്കാം. ഖുർആനിനെ പാരായണം എന്നുള്ളതിനേക്കാൾ അപ്പുറം അത് തദബ്ബുറിനുള്ളതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു അല്പ ദീർഘമായ, ഇമാം തിർമിദി ഇപ്പവും ദാരിമിയൊക്കെ സൂചിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പിന്നെ ഫിത്ന വരും.
അല്ല ഇന്നഹ സത്തക്കൂനു ഫിത്തന. അപ്പോ പരീക്ഷണങ്ങളാണ്, കുഴപ്പങ്ങളാണ്, മനസ്സ് മറയിപ്പിക്കുന്ന മടുപ്പിക്കുന്ന കാഴ്ചകള്, ഉമ്മയെ കൊല്ലുന്നവൻ, ലഹരി ബാധിച്ച് കുടുംബങ്ങളെ വകവരുത്തവൻ, സ്വന്തം ഉമ്മയെ ലൈംഗികമായി ഉപയോഗിക്കുന്ന മാസങ്ങളോളം ഉപയോഗിച്ചവൻ, അങ്ങനെ ഉണ്ടല്ലോ. ലഹരി ബാധിച്ച 9ാം ക്ലാസ്സുകാരന്റെ ഉമ്മ ഗർഭിണിയായി ഗൾഫിൽ നിന്ന് പിതാവ് വന്ന് അവസാനം നാട്ടുകാരെയും അവരെയും ആ ബന്ധം വഷളാകണം, പ്രശ്നങ്ങളുണ്ടായി, ആരോപണ പ്രത്യാരോപണം ഉണ്ടായി. സ്വന്തം 9ാം ക്ലാസ് പഠിക്കുന്ന മകൻ ഉമ്മ കുടിക്കുന്ന പാലില് മയക്കുമരുന്ന് കിടത്തി ആ ഉമ്മാനെ രാത്രി ഉപയോഗിച്ചിരുന്നതാണ്. ആ ഉമ്മ DNA ടെസ്റ്റില് ആ ഉമ്മയുടെ ഗർഭത്തിലുള്ള കുട്ടി കാരണക്കാരൻ മകനാണെന്നൊക്കെ തെളിഞ്ഞു. വളരെ മ്ലേച്ഛകരവും മോശപ്പെട്ടതും മനസ്സൊക്കെ മരയിക്കുന്ന, മനുഷ്യനെന്ന നിലക്ക് നമ്മൾ ആഗ്രഹിക്കാത്ത, കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്ന ഒരുപാട് സംഭവങ്ങൾക്ക് ദിവസവും നമ്മൾ സാക്ഷികളാവുകയാണ്. ആ സാക്ഷികളാവുന്നിടത്തും നമുക്കുള്ള പ്രതിവിധി വിശുദ്ധ ഖുർആനാണ്. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കേണ്ട അനിവാര്യത എന്താണ് വൽ മഖ്റജു മിൻഹാ, അതിന്ന് പുറത്തേക്ക് ഈ ഫിത്നകൾ, മനസ്സ് മരവിക്കുന്ന സംഗതികളിൽ നിന്ന്, കൊലപാതകളിൽ നിന്നും, കൊള്ളയിൽ നിന്നും, തോന്നിവാസങ്ങളിൽ നിന്നും, വൃത്തികേടുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം ഇതാക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പറഞ്ഞു കിതാബുല്ലാഹ്, അള്ളാന്റെ ഗ്രന്ഥാട്ടോ, അള്ളാന്റെ ഗ്രന്ഥാണ് അത്. നിങ്ങളുടെ മുൻഗാമികളുടെ വാർത്തകളും വർത്തമാനങ്ങളും നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളുടെ ശേഷമുള്ളവരുടെ അവരുടെ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നു. നിങ്ങൾക്കിടയിൽ നടക്കുന്ന സംഭവവികാസങ്ങളെ സംബന്ധിച്ചുള്ള ഹുക്കുമുകൾ ആ ഖുർആനുണ്ട്. അത് തമാശയല്ല. അത് ആരെങ്കിലും ഹൃദയത്തില് കിബിർ നിമിത്തം ആ ഖുർആനോട് അടുക്കാതെ പോയാൽ അള്ളാഹുവിനെ മുറിച്ചു കളയുന്ന അള്ളാഹ് നൽകിയ ഹിദായത്താണത്. ആ ഹിദായത്ത് ആരെങ്കിലും അകന്നാൽ അള്ളാഹു അവനെ വഴികേടിലാകുമെന്നുള്ളതാണ്. അത് അള്ളാഹുവിൽ നിന്നുള്ള ശക്തമായ ഒരു കരാറാണ്. അത് വ്യക്തമായ പ്രകാശമാണ്. അള്ളാഹുവിൽ നിന്നുള്ള ബുദ്ധിഭദ്രമായിട്ടുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ്. അത് സിറാത്തുൽ മുസ്തഖീമാണ്, ശരിയായ മാർഗമാണ്. ആ ദേഹേച്ഛകളെ പിൻപറ്റിക്കൊണ്ട് പിൻവലിയുന്ന നരകത്തിന്റെ ആളുകളല്ലാതെ, അഹ്ലല്ലാതെ അതിൽ നിന്ന് ഓടിപ്പോവുകയില്ല. നാവുകളെ അത് പ്രയാസപ്പെടുത്തുകയില്ല. അത് ബുദ്ധിമാന്മാരായ ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം ആ വിശുദ്ധ ഖുർആൻ അവരുടെ വിശപ്പ് പൂർത്തിയാക്കുകയില്ല. അഥവാ വീണ്ടും വീണ്ടും ഖുർആനെ പറ്റി പഠിക്കാനുള്ള പ്രേരണ, പ്രചോദനം അവർക്കത് നൽകുമെന്നുള്ളതാണ്. ഏതെങ്കിലും ചിന്തകളും ആലോചനകളും ഖുർആനിൽ നിന്ന് അകലില്ല. ഖുർആനിന്റെ പാരായണം തഖ്വയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ തഖ്വയുള്ളവർക്ക് മടുപ്പ് നൽകാൻ ഖുർആന് അവരെ ഒരിക്കലും മടുപ്പിക്കുകയില്ല. ഖുർആൻ എന്ന് പറയുന്നത് അത് പിന്നെ അത്ഭുതങ്ങളുടെ ലോകമാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തിനേറെ ജിന്നുകള് ആ ഖുർആൻ കേട്ടപ്പോ പോലും ആ ഖുർആന് ഇന്ന സമിഅനാ ഖുർആനൻ അജബ, അത്ഭുതകരമായ ഖുർആനാണ് ഞങ്ങൾ കേട്ടത് എന്ന് തങ്ങളുടെ സമൂഹത്തെ അവർ ഉപദേശിക്കുന്നത് സൂറത്തു ജിന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് സത്യസന്ധമായ വാർത്തയും ഉദ്ധാന്തവും നൽകുന്ന ആ ഖുർആനിനെ നിങ്ങൾ പഠിക്കണം, നിങ്ങൾ കേൾക്കണം. അതാണ് ഫിത്നകളിൽ നിന്ന്, അത് നിങ്ങൾക്ക് പ്രതിഫലമാണ്, നേർവഴിയിലേക്ക് മറി കാണിക്കുന്നതാണ്. ആ ഖുർആനിനെ നിങ്ങൾക്ക് ഫിത്നകളിൽ നിന്നുള്ള രക്ഷയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വിശുദ്ധ റമദാനിൽ ഖുർആൻ ഫിത്നയുടെ രക്ഷയായി നമ്മുടെ കൂടെ ഉണ്ടാകണം. അത് പാരായണം ചെയ്യണം, അത് പഠിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇമാം മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ ദീർഘമായി അദ്ദേഹത്തിന്റെ രാത്രി നമസ്കാരങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഖുർആൻ പാരായണത്തെ നമ്മൾ കേൾക്കുന്നുണ്ടോ? തറാവീഹ് നമസ്കാരങ്ങളിൽ ഇമാമ് പാരായണം ചെയ്യുമ്പോൾ സുന്ദരമായ ഖിറാഅത്തുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കണം. കേൾവി ഖുർആൻ മറ്റൊരാൾ പാരായണം ചെയ്യണം, സ്വയം പാരായണം ചെയ്യണം, മറ്റൊരാൾ പാരായണം ചെയ്യുന്നത് കേൾക്കണം. ഖുർആനിന്റെ പാരായണങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങളുണ്ട്. കുറെ യൂട്യൂബുകളിലൂടെ അതിന്റെ ശബ്ദങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങളുണ്ട്. നല്ല ഖിറാഅത്തുകൾ നേരിട്ട് കേൾക്കണം. ഖുർആനിന്റെ ശബ്ദങ്ങൾ വീടുകളില് കേൾപ്പിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ തജ്അലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ശ്മശാനമാക്കരുത്, ശ്മശാനമാക്കരുത്. ഫൈന ശൈത്വാന യംഫിറു മിനൽ ബൈത്തി അല്ലദീ തുഖറഉ ഫീ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാചോടി അകലുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുക.
വീടുകളിൽ പാരായണം നടത്തുക. ഒരു കാലഘട്ടത്തിൽ ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ വീടുകളിൽ ഖുർആൻ പാരായണം നടന്നിരുന്നു. ഖുർആൻ പാരായണം നടന്നിരുന്നു പറഞ്ഞാൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ വീട്ടിലുള്ള വല്ലുപ്പയോ വല്ലുമ്മയോ, അന്ന് കൂട്ടുകുടുംബ വ്യവസ്ഥയാണ്. എല്ലാവരും, ഞാനും എന്റെ ഭാര്യയും മക്കളും, അതിനപ്പുറത്തേക്കുള്ള കുടുംബങ്ങളില്ലല്ലോ. ഒരു വല്ലുപ്പ വല്ലുമ്മ എന്ന് പറയാന് നമുക്കില്ലാതെ പോയി. വളരെ കുറഞ്ഞ രൂപത്തിലേക്ക് നമ്മുടെ കുടുംബാന്തരീക്ഷം മാറിയിരിക്കുകയാണ് എണ്ണത്തിൽ. സ്വാഭാവികമായി ഉണ്ടാകുന്ന കുറെ പ്രതിസന്ധി ഉണ്ട്. വല്ലുപ്പിയും വല്ലുമ്മയും പലയിടത്തായി. നമ്മൾ ജോലി നിർവഹിക്കുന്നിടത്ത് കുടുംബസമേതായി. പറയാനും വല്ലുപ്പിയും വല്ലുമ്മ ഇല്ലാതെയായി. അപ്പൊ നമ്മളും പറയണില്ല. പണ്ട് അവന് മഗ്‌രിബിന് ശേഷം ചോദിച്ചിരുന്നു, പഠിച്ചത് ഓതാൻ സമയമായില്ലേ? നമ്മളൊക്കെ പഠിച്ചത് ഓതിയിരുന്നു. മഗ്‌രിബിന് ശേഷം നമസ്കാരം കഴിഞ്ഞ് ഖുർആനെടുത്ത് ഉറക്കെ പാരായണം ചെയ്യുന്നു. ഉറക്കെ പാരായണം ചെയ്യുന്ന വീടുകൾ കുറവാണ്. ഖുർആൻ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ പിശാച് വരുമെന്നാണ്. പിശാച് ശ്മശാന തുല്യമായി ആ വീടുകൾ മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റക്അത്തിൽ സൂറത്ത് ബഖറയും സൂറത്ത് ആൽ ഇംറാനും സൂറത്തു നിസാവും ഒക്കെ ഓതിയിരുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നമസ്കാരത്തിൽ ദീർഘമായി പ്രവാചകൻ പാരായണം ചെയ്തു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തു. നമസ്കാരത്തിൽ പാരായണം ചെയ്യുക, അതല്ലാതെ ഓതുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ രാത്രിയിലും വന്ന് പ്രവാചകനെ ഖുർആന് ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ രാത്രിയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ റമദാനിൽ പ്രത്യേകിച്ച് പ്രതിഫലമുള്ളതാണ്, പുണ്യമുള്ളതാണ് എന്നോ മഹാനായ ഇബ്നു റജബിനെ പോലെ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി പോലുള്ളവരൊക്കെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. രാത്രിയിൽ ഖുർആൻ പാരായണം, രാത്രിയിൽ ഖുർആൻ ക്ലാസ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ് എടുത്ത് കൊടുത്തു എന്നാണ്. അപ്പൊ ഖുർആൻ ക്ലാസ്സുകൾ രാത്രിയിൽ ഉണ്ടാവണം. ഇമാം മാലിക് റഹ്മത്തുള്ള എല്ലാ ക്ലാസ് ഒഴിവാക്കി ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം റമദാനിന്റെ പകലുകളും റമദാന് അത് പാരായണം ചെയ്യാനും വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നതായി അദ്ദേഹത്തിന്റെ ചരിത്രം രേഖപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഖുർആൻ നമ്മളുടെ ഉറക്കമൊഴിവാക്കാൻ, നമ്മുടെ ഉറക്കമൊഴിപ്പിക്കാൻ, നമ്മളെ ചിന്തിപ്പിക്കാൻ, നാളെ പരലോകത്ത് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതായി വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഖമർ ഇടക്കിടക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ ചിന്തിക്കാൻ, ഓർക്കാൻ, ചിന്തിപ്പിക്കാൻ, ഓർമ്മപ്പെടുത്താൻ, ആലോചിപ്പിക്കാൻ, വിചിന്തനം നടത്താൻ എളുപ്പമാക്കി തന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ. ഓർത്തോലുണ്ടോ? ചിന്തിക്കുന്നവരുണ്ടോ? പഠിക്കണവരുണ്ടോ? വിചിന്തനം നടത്തിയവരുണ്ടോ എന്ന ചോദ്യം ഉണ്ടല്ലോ. നമ്മളോടുള്ളതാണ്. അഹ്ലുൽ ഖുർആനിനോടുള്ളതാണ്. അഹ്ലുൽ ഖുർആനോടുള്ള അല്ലാഹുവേ, ഇന്ന ആയത്ത് ഇന്ന സൂറത്ത് അതെനിക്ക് എന്നെ ചിന്തിപ്പിച്ചതാണോ എന്ന് ഓർക്കാൻ, പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നാളെ പരലോകത്ത് വിശുദ്ധ ഖുർആനെ അബ്ബ എന്ന ആയത്ത് കേൾക്കുമ്പോ വാക്യത്തിനെതിരെ ഞങ്ങൾക്ക് മനസ്സിലായി. അബ്ബ എന്താണ്? ചെറിയ ഒരു പദം, സ്വന്തം ലഹ്ജയിൽ ഇറങ്ങിയ പദത്തിന്റെ അർത്ഥം തേടിപ്പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമികളാണ് നമ്മൾ. ഒരൊറ്റ ആയത്തിന്റെ ആശയം തേടി ഷാമിൽ നിന്ന് മദീനയിലേക്ക് യാത്ര വന്ന സഹാബത്തിന്റെ പിൻഗാമികളാണ് നമ്മൾ. അതുകൊണ്ട് നസീറു ഇലൽ ആജാലി ഫീ കുല്ലി ലഖ്ലത്തിൻ വഅയ്യാമുനാ തുത്വി വഹുന്നാ മറാഹിലു വലം അറ മിഥ്ലൽ മൗതി ഹക്കൻ കഅന്നഹു ഇദാ മാ തഖുത്തുഹുൽ അമാനിയു ബാതിലു. ഓരോ സമയവും ഓരോ സെക്കൻഡും നമ്മളിങ്ങനെ അങ്ങനെ പോവുകയാണ്, പരലോകത്തേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ ദിവസങ്ങൾ അത് ചുരുട്ടിക്കൂട്ടപ്പെടുകയാണ്. മരണമെന്ന് പറയുന്ന വലിയ യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും തകർക്കും, നമ്മുടെ എല്ലാ ചിന്തകളെയും, നമ്മുടെ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും തകർത്തുകളയും. അവിടെ ഖുർആനാകുന്ന ദുനിയാവിലും ഷിഫാഹ്, ഹൃദയത്തിനും ഷിഫാഹ്, എല്ലാ നിലക്കും ഷിഫാഹ്, നാളെ പരലോകത്ത് ശഫാഅത്തുമാകുന്ന ഖുർആനിന്റെ വക്താക്കളായി, ഖുർആനിനെ പഠിക്കുന്നവരായി, ഖുർആനിനെ ചിന്തിക്കുന്നവരായി, അതിന് റമദാനിനെ ഉപയോഗപ്പെടുത്തുന്ന, റമദാനുമായിട്ടുള്ള ബന്ധത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധ റമദാനും വിശുദ്ധ ഖുർആനും തമ്മിലുള്ള അഭേദ്യമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധത്തെ മനസ്സിലാക്കി, പ്രവാചക താല്പര്യങ്ങൾ, പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത സലഫുകൾ കാണിച്ചു തന്ന ആ സുന്ദരമായ മാതൃകയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനിന്റെ ആളുകളായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമ്മൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഴ്ചകൾ അവൻ മാപ്പാക്കി തരുമാറാകട്ടെ. അവസാനിപ്പിക്കും മുമ്പ് വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നൽകുകയാണ്.
വിശുദ്ധ ഖുറാന്റെ സൂറത്ത് സുമറിലെ 23 ശ്രദ്ധയിൽപ്പെടുത്തിയതുപോലെ സൂറത്ത് ഖമറിലെ ആവർത്തിക്കപ്പെട്ട വലക്കത് യസ്സർനൽ ഖുർആനെ ദിക്രി ഓർമ്മപ്പെടുത്തിയപ്പെട്ടതുപോലെ വിശുദ്ധ ഖുറാനിന്റെ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാനിലെ 27 മുതൽ ഉള്ള ഒരു വാചകങ്ങളുണ്ട്. നാളെ പരലോകത്ത് അക്രമി കൈകടിക്കുന്ന ഒരു സന്ദർഭം. അവിടെ എനിക്ക് പ്രവാചകന്റെ കൂടെ സുഹൃത്തിനെ ലഭിക്കാത്തതിന്റെ ദുഃഖം, ഞാൻ എന്റെ ദേഹേച്ഛകളെ പിൻപറ്റി എന്നെ നശിപ്പിക്കുന്ന സുഹൃത്തിന്റെ കൂടെ പോയ ദുഃഖം പറയുന്നിടത്ത് അവസാനം പ്രവാചകൻ പരാതി പറയുമത്രേ, അള്ളാഹുവേ, ഈ സമുദായം ഖുർആനിനെ തള്ളിക്കളഞ്ഞു, ഈ ഉമ്മത്ത് ഖുർആനിൽ നിന്ന് അകന്നുപോയവരാണ്, ഖുർആനിനെ അവഗണിച്ചവരാൻ, ഖുർആനിനെ പരിഗണിക്കാത്തവരാണ്. ആരാണ് അള്ളാഹുവേ, ഈ ഉമ്മത്ത് ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അവഗണിച്ചവരാൻ, തള്ളിക്കളിഞ്ഞവരാൻ. ആരാതിന്റെ വിശദീകരണം അറിയോ? ഇബ്നു കസീർ റഹ്മഹുല്ലാ, മഹാനായ ഇബ്നു ഖയ്യിം റഹ്മഹുല്ലയെ പോലുള്ളവരൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഖുർആൻ വായിക്കാത്തവർ, ഖുർആൻ പഠിക്കാത്തവർ, ഖുർആൻ പഠിച്ചത് ജീവിതത്തിൽ പകർത്താത്തവർ, ഖുർആൻ പാരായണം നടത്താത്തവർ, പഠിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാത്തവർ, ഖുർആനിന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചവർ, ഖുർആനിന്റെ അഹ്കാമുകൾ പകർന്നു കൊടുക്കാത്തവർ, ഖുർആനിനെ കേൾക്കുമ്പോ ശ്രദ്ധാപൂർവം കേൾക്കാത്തവർ, വായിക്കാത്തവർ, പഠിക്കാത്തവർ, പഠിച്ചത് ജീവിതത്തിൽ ഇല്ലാത്തവർ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാത്തവർ, ഖുർആനിന്റെ ആയത്ത് ശ്രദ്ധിച്ച് കേൾക്കാത്തവർ, ഖുർആനിന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തവർ, ഇതെല്ലാം ഖുർആനിനെ അവഗണിച്ചവരുടെ കൂട്ടത്തിലാണെങ്കിൽ റമദാനും ഖുർആനിന്റെയും കാലത്ത് റമദാൻ പോലുള്ള ഒരു അവസരം കിട്ടിയിട്ട് പോലും ഖുർആനിനെ പരിഗണിച്ച, ഖുർആനിനെ ശ്രദ്ധിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ നഷ്ടത്തിലാണ് എന്ന് മാത്രമാണ് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, വീഴ്ചകൾ അവൻ മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ആമീൻ ബിറഹ്മതിക. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രൻ ജസാക്കുമുല്ലാഹ്. സക്കരിയ സലാഹി ഇൻഷാല്ലാഹ് ഇന്ത്യൻ ഇസ്ലാമിക് റൊമാന്റെ ക്ഷമ സ്വീകരിച്ച് ഒരല്പസമയം നമ്മളോടൊപ്പം പങ്കെടുത്ത സക്കരിയ സലാഹിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്താണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.